ഡിസ്ട്രിബ്യൂഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ. ഇഫ് എക്സ് ഈസ് എ യൂണിഫോം റാൻഡം വേരിയബിൾ വിത്ത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ്, then prove that f of x has uniform distribution. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ഇപ്പോൾ എക്സ് ഇസ് യൂണിഫോം എന്ന് പറയേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ഏത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ 0 1 എന്ന് പ്രൂവ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ 0 1, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് യൂണിഫോം ആയാലും വേറെ ഏതായാലും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നവർക്ക്. എഫ് ഓഫ് എക്സ് ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് നോൺ ഡിക്രീസിങ് ആൻഡ് കണ്ടിന്യൂസ്. നിങ്ങൾക്കറിയാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോൺ ഡിക്രീസിങ് ആൻഡ് റൈറ്റ് കണ്ടിന്യൂസ് അല്ലേ? റൈറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് is defined as p of x less than or equal to x. f of x continuous ആണ്. capital F of x is defined as probability of x less than or equal to x. You have to find distribution of capital F of x. Let y equal to capital F of x. നമുക്ക് distribution function of capital F of x കണ്ടുപിടിക്കണം. probability density function. അപ്പോൾ നമുക്കതിനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ആ റാൻഡം വേരിയബിളിനെ നമുക്ക് y എന്ന് കൊടുക്കാം. വൈയുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് കണ്ടത്. അതായത് y എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y. അപ്പോൾ നമുക്ക് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നെ ആദ്യം കണ്ടുപിടിക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y GY ഇസ് ഈക്വൽ ടു പി ഓഫ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ക്യാപിറ്റൽ G ഓഫ് y ഇസ് ഈക്വൽ ടു പി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ y. ഇനി y എന്ന് ക്യാപിറ്റൽ y എന്താ, y എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ല. വൈക്ക് വരെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്ന് കൊടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ y ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ വൈക്ക് വരെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. ഇനി അതിനെ എക്സ് that can be written as p of x less than or equal to f inverse y. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് കഴിയുമ്പോൾ x less than or equal to f inverse y. ഇനി therefore നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? p of x less than or equal to small x. p of x less than or equal to small x is capital F of x അല്ലേ? ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തത്, ആദ്യം നമ്മൾ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് വൈ. എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് വൈ. അപ്പോൾ പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിവിടെ എന്ത് എഴുതാം? പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് വൈ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y GY ഇസ് ഈക്വൽ ടു സ്മോൾ y എന്ന് കിട്ടി. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് GY ഈക്വൽ ടു സ്മോൾ y. ഇനി നമുക്ക് അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടി. നമുക്ക് PDF കണ്ടുപിടിക്കാം. y എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സ്മോൾ y എന്ന് കിട്ടി. അപ്പോൾ PDF ഓഫ് y ഈസ് ഒബ്റ്റെയിൻഡ് ആസ്, അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെറിവേറ്റീവ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് d/dy ഓഫ് g ഓഫ് y. g ഓഫ് y ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ d/dy ഓഫ് g ഓഫ് y ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമുക്ക് സ്മോൾ g ഓഫ് y എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും സ്മോൾ എഫ് ഓഫ് എക്സും ഡിനോട്ട് ചെയ്യുന്ന പോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന് സ്മോൾ g ഓഫ് y എന്ന് കൊടുക്കാം. g ഓഫ് y ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ g ഓഫ് y, ദാറ്റ് ഈസ് d/dy ഓഫ് y. ക്യാപിറ്റൽ g ഓഫ് y ഇസ് ഈക്വൽ ടു സ്മോൾ y ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d/dy ഓഫ് y ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y ദാറ്റ് ഈസ് സ്മോൾ gy ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ 1 ആണ്.
അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ റേഞ്ച് എന്താ 0 to 1 ആണ് അല്ലേ, 0 to 1 ആണ്. അപ്പോൾ 0 to 1 അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ 1 ആണ്. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, എ ടു ബിയിൽ പ്രോബബിലിറ്റി അതിൻ്റെ ലെങ്ത്താണ് അല്ലേ, 1/b മൈനസ് 1/the ലെങ്ത്താണ്. അതേപോലെ തന്നെ 0 to 1 0 to 1 എന്ന് പറഞ്ഞാൽ a = 0 b = 1 ആണ്. അപ്പോൾ അതിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താ വരുന്നത്, 1/1, ദാറ്റ് ഈസ് 1. അപ്പോൾ the distribution function has uniform distribution over 0, 1. ഇവിടെ a b എന്നുള്ളതിന് വരെ 0 ഉം 1 അത്രേ ഉള്ളൂ.